അമ്പനാട് ഒരു വൺ ഡേ ട്രിപ്പ് വന്നേക്കാണ്. അപ്പം അമ്പനാട് എത്തിയിട്ടാണ് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴേ മനസ്സിലായിക്കോളാം ഇതൊരു ഉടായ്പ വ്ളോഗാണെന്ന്. ഊറെ 110 വന്നിട്ട് അവര് വഴിയിലെത്തി തിരിച്ചുപോയി. വഴി തീർന്നു പോയി. നമ്മള് കുറച്ച് സമയം വേസ്റ്റ് ആക്കി. ഓ ഗായ്സ്, നമ്മളിപ്പോ ഇവിടെ അമ്പനാടെന്നും പറഞ്ഞ് ഏതാ കുന്നംകുളം സ്ഥലത്ത് വന്ന് ഇവിടെ എത്തി പാതിയായപ്പോ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് പോയാ അടുത്ത ബോർഡറായെന്ന്, അടുത്ത ജില്ലയായി അവിടെ, അടുത്ത സ്റ്റേറ്റ് തമിഴ്നാട്ടിൽ കയറി. ഇവിടെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, തിരിച്ചു വരേണ്ടി വരും. എല്ലാരും തെക്ക് വടക്ക ഇവിടെ നിക്കുന്നു. E4 കൊണ്ടൊക്കെ ഓഫ് റോഡ് പോയി. വിഷയങ്ങളായി ഇവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നു. അപ്പൊ നമ്മളവിടെ നിന്ന് വിട്ട് കയറി വന്ന് ഒറ്റ സ്ട്രെയിറ്റ് കയറി ഒരു മലയുടെ മേളിൽ എത്തിയപ്പോ നല്ല വ്യൂ ആയിരുന്നു. അവിടെ നിർത്താതെ അങ്ങോട്ട് പോയാൽ നല്ല സാധനം കിട്ടുമെന്ന് പറഞ്ഞ് പോയി ഇവിടെ എത്തി. ഇപ്പൊ പറഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ട് വിടൂല, തിരിച്ചു പോവാ. അതും റോഡുകൾ കാണണം, ഏറ്റവും പൊന്നെ വല്ലാത്ത റോഡുകൾ തന്നെ. സത്യം പറഞ്ഞ ഒന്നും കണ്ടില്ല നമ്മള്. കാണാനുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോയി തപ്പി പിടിച്ച് കാണണം. വിളിക്കുന്നു. അപ്പൊ ഇന്നത്തെ പരിപാടി മയിലെണ്ണ ഓട്ടിന്റെ മേളിൽ ഇരിക്കുന്നു. കാക്കൊക്കെ ഉണ്ടായ മയില്. നമ്മള് ഒരു സ്ഥലത്ത് നിർത്തിയേക്കാണ് ഫോട്ടോ എടുക്കാനായിട്ട്. നമ്മളിവിടെ BSNL ടവറിന്റെ അടുത്തുണ്ട്, വലിയൊരു ടവർ. അതാണ് കറുപ്പസ്വാമിക്ക് അഞ്ചര കണ്ടി കോടുണ്ട്. കോടാണ് ടവറിന്റെ മേളിൽ കയറിയ കോടാണ്. ഈ വീട്ടിൽ റെന്റുണ്ടോ? വീട് റെന്റിന് കൊടുക്കായിട്ടേക്കാണ്. ഒരു തിട്ടയുടെ മേളിൽ കയറി എന്തിനൊക്കെയാ പറയുന്നത്. ആരെ അടക്കിയെങ്ങാണ്ടാണത്. ഇതാണ് നന്നങ്ങാടി. നന്നങ്ങാടിയുടെ മേളിലാണ് ഇരിക്കുന്നത്. ഫോട്ടോ എടുക്കാൻ വന്നിരിക്കാണ്. നമ്മളിവിടെ നിന്ന് വരുന്ന വണ്ടി പോണ ആൾക്കാരെ എല്ലാരെയും തിരിച്ചു വിടും. പക്ഷെ അങ്ങോട്ട് പോയിട്ട് ഉപയോഗമില്ല. ഒരു ബോട്ട് ഒരു പോയി അവിടെ കണ്ടിട്ട് വരട്ടെ. നമ്മളാണ് ഉള്ള സ്ഥലം കേട്ടോ. 4G BSNL ടവർ. നമ്മളിപ്പം ഇവിടുന്ന് ഇറങ്ങിയാണ്. ഇവിടെ ഇറങ്ങി നേരെ ഇനിയിപ്പോ പൊന്മുടിയിലോട്ട് പോവുകയാണ്. കോടയെ കണ്ടില്ല, ഒന്നും കണ്ടില്ല. ടവറിന്റെ മേലെ കൂടെ പോകാനുണ്ട്. നമ്മള് അമ്പനാട് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നേരെ നമ്മള് ഫുഡ് കഴിച്ചിട്ട് പൊന്മുടിയിലോട്ടാണ് പോകുന്നത്. ഒരു മയില് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏകദേശം നമ്മള് അടുത്ത ഡെസ്റ്റിനേഷൻ പൊന്മുടിയാണ്. പൊന്മുടിയിലോട്ട് പോവുകയാണ്. എണ്ണ അടിക്കാനായിട്ട് നമ്മൾ പൊന്മുടി എത്തിയിട്ട് കാണാം. ഇപ്പം നമ്മൾ പൊന്മുടി എത്തിയിട്ടുണ്ട്. പൊന്മുടിയിൽ ജനസാഗരം ഇവിടെ പൊന്മുടി ഭയങ്കരമായി. ആളെ പറഞ്ഞാൽ ഇതുവരെ ഇങ്ങനത്തെ ആളെ കണ്ടിട്ടില്ല. ആൾക്കാരൊക്കെ തിരിച്ചു വിടും. നോക്കുക, നമ്മള് പൊന്മുടിയിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും
ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ജനസാഗരം. പക്ഷെ കോടയുണ്ട് കേട്ടാ. കോട ഉള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. അല്ലേ വേണ്ടേ? അതെ അതെ, അച്ചിപ്പാറ അമ്പച്ചിക്ക് തോന്നണേ. എന്തായാലേ ആറ്റിയല്ലേ അപ്പച്ചിക്ക് തോന്നണേ. കോട ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. കട്ടകടന്റെ സാധനമൊക്കെ മാറി കേട്ടോ. അതൊക്കെ തീർന്നതൊക്കെ വൻമുടിയിലെ വാട കണ്ടേ. ഈ തണുപ്പത്തൊരു ഐസ്ക്രീം ചൂടാക്കി കുടിക്കുന്ന ഐസ്ക്രീമിന്റെ വായി തിരിക്കണം. അത് ഭയങ്കര കാര്യമാണ്. എവിടെ പോണു? ഇങ്ങോട്ടല്ലേ പോകാനുള്ള അതല്ലേ. പൊന്മുടിയിലെത്തി. ജാക്കറ്റ് ഉപയോഗപ്പെട്ടു. ടൂറിസം നല്ല കോടയുണ്ട്. കൊല്ലത്ത് പോയി വെയിൽ കൊണ്ടിട്ട് മലയാളം പോയേക്കണം. വന്നപ്പം കോട ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം പയ്യെ പയ്യെ വരുന്നു കേട്ടോ. കോടകള് പയ്യെ പയ്യെ വരുന്നുണ്ട്. ഒറ്റപ്പുകളൊക്കെ പോവാ. നമ്മള് അവിടെ നിന്ന് അങ്ങനെ അടിച്ചു കയറുന്ന കോട. നമ്മൾ ഇരിക്കുന്നിടത്ത് കോട ഇല്ല. നമ്മളിപ്പോ ഇവിടെ നിന്ന് മാറുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ കോട വരും. നമ്മളിവിടെ നിന്ന് മാറുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ കോട വരും. റെയിൻകോട്ട് മേടിച്ച് വണ്ടിക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെ വന്നു. അമ്പം പയ്യന്മാര്. കിളിയല്ല, വെട്ടുകാളിയല്ല, മൂവാട്ടം വാങ്ങാൻ പോണേ. അങ്ങനെ എന്നിട്ട് മറ്റേ അമ്മാവന്മാരെ എടുക്കാം. ഒഴുകിയോ എല്ലാവരും വരണം. പൊന്മുടിയിൽ വന്നാ മഞ്ഞ് കാണാം. വീട്ടിൽ ഇരുന്നാ മഞ്ഞ് കാണത്തില്ല. അതെ, വീട്ടിൽ ഇരുന്നാ ആരെ കാണാം? ആരെയും കാണാൻ പറ്റൂല. നമ്മളുള്ളടത്ത് മഞ്ഞ് വരൂല. നമ്മളിവിടെ നിന്ന് മാറിയാ ഇപ്പൊ ഇവിടെ മഞ്ഞ് വരും. അവിടെ കാണൂല. ഈ ഇവനെയൊക്കെ കൊണ്ടുവന്ന അപ്പോഴേ മനസ്സിലായി നീ മാൻഡ്രക്കാണ്. മാൻഡ്രക്ക് നീ മാൻഡ്രക്കാണ്. ഞാനാ മാൻഡ്രക്ക്. പിന്നെ അവിടെ വീട്ടിൽ പൂജ ചെയ്യണേ ഉള്ളൂ. ഹോമം നടക്കുന്നതാണ്. സൗണ്ട് ഉണ്ടാക്കിയാണ്. സീക്രട്ട് വഴി കണ്ടുപിടിക്കാൻ, പുതിയ സ്ഥലങ്ങൾ അൺലോക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. എവിടെയെങ്കിലും പോയിരുന്ന് വിളിക്കും നമ്മള്. എല്ലാരും 10 വെക്കിലായിട്ടിരുന്ന് വിളിക്കുന്നു. നമ്മൾ നമ്മുടേതായ സ്ഥലം ഉണ്ടാക്കി നമ്മള് ഒരു സാമ്രാജ്യം തന്നെ. പൊന്മുടി മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു, മഴ പെയ്യുന്നു. മൂട് മൂട്. ഏതാ 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 സെറ്റ് സെറ്റ്. വമ്പം പരിപാടി, വമ്പം പരിപാടി. സ്ഥലം കിട്ടി, സ്ഥലം കിട്ടിയേ. പുതിയ സ്ഥലം നമ്മള് കണ്ടുപിടിച്ച്. അവിടെയാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ. അവിടെയാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ. ഇവിടെയാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ. ഇവിടെ നമ്മൾ പോവും. നമ്മളെ വഴി കണ്ടുപിടിച്ചു. വഴി വെട്ടി, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാണ് നമ്മൾ. അമ്പ സ്ഥലം കേട്ടോ. അത് നിങ്ങൾ വരുന്നെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച ഈ സ്ഥലം എല്ലാവരും വരണം. ചത്തില്ല. ഞാൻ ചത്ത്. അടുത്തേക്ക് നാളെ കാണാൻ വയ്യ. ഇതാരി പുതിയ ഡെസ്റ്റിനേഷൻ കിട്ടി നമുക്ക്.
ഇവിടെ സെറ്റ് ഇവിടെ സ്ഥലം എന്റെ പൊന്നെ തെറിക്കിയ സ്ഥലം തെറിക്കിയ എന്റെ മോനെ ഏതാ എന്റെ അളിയ വമ്പൻ കോടാട്ടാ മച്ചാമാരെ സീൻ കോട നമ്മള് പ്രതീക്ഷിക്കാത്ത കോട ഫോക്കസ് പോലും ആവണില്ല അമ്മാരി കോട ഫോക്കസ് വിടുന്ന കോട വിഷയം കോട അടിച്ചിങ്ങനെ കേറാണ് മേളിന്ന് പക്ഷെ താഴ്ന്ന് മേളിലോട്ട് കാണാൻ വയ്യ അമ്മാരി സെറ്റപ്പ് ബ്രോ പൊന്മുടി സൂപ്പറാണ് നമ്മളെ വണ്ടി ഇവിടെ വന്നോ അല്ല നമ്മളെ വണ്ടിയല്ല ബാക്കി എന്തൊക്കെ ഉണ്ട് 1 2 3 4 5 6 7 ബർത്ത്ഡേ ടു യു. നമ്മൾ പോയ 1 ഡേ ട്രിപ്പ് പോയിട്ട് വന്ന ടൈം എന്ന് പറഞ്ഞാൽ 8:30 ഒക്കെ ആയി വന്നപ്പോൾ വീടെത്തിയപ്പോൾ പൊന്മുടി കണ്ട് നമ്മൾ സീക്രട്ട് പ്ലേസൊക്കെ കണ്ട് കയറി ഇറങ്ങി വണ്ടി എടുത്തൊരു 10 മീറ്റർ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ ബ്ലോക്ക്. വിചാരിച്ച് ചെറിയ ബ്ലോക്ക് ആയിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ നിന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞിങ്ങനെ നിന്ന് ഒരു അരമണിക്കൂറായി 1 മണിക്കൂറായി 1.5 മണിക്കൂറായി 2 മണിക്കൂറായി 2.5 മണിക്കൂറായി 2.5 മണിക്കൂർ ആ ബ്ലോക്കിൽ കിടന്ന മലയുടെ മേളിൽ അത് പേമാരി പോലത്തെ മഴയും കോടയും അടുത്തിരിക്കുന്ന ആളെ കാണാൻ വയ്യ ഇടയ്ക്ക് വെച്ച്. പിന്നെ ഒക്കെ ആയി കുറേ അങ്ങനെ നിന്ന് 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വണ്ടി നീങ്ങി തുടങ്ങി കുത്തി കയറ്റി എങ്ങനെയെങ്കിലുമൊക്കെ ഇച്ചിരിയുള്ള വഴി കൂടെ കയറിപ്പോയി എങ്ങനെയെങ്കിലുമൊക്കെ എത്തി താഴെ. ഈ കൈയൊക്കെ കഴച്ചൊടിഞ്ഞ് കാലൊക്കെ അട്ടയൊക്കെ കടിച്ച് ഉപ്പാട് വന്നുപോയി. അങ്ങനെ വിട്ട് എങ്ങനെയെങ്കിലും വീടത്തേന്ന് പറഞ്ഞ് ചായ കുടിച്ച് വന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കേക്കും കട്ട് ചെയ്ത് വീടൊക്കെ വിട്ട് വന്ന് വീട്ടിൽ വന്ന് 8:30 കുളിച്ച് കിടന്നുറങ്ങി. എന്നിട്ട് ഇന്നാണ് എണീക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്ന അടുത്ത ദിവസവും. അപ്പോൾ അങ്ങനത്തെ ട്രിപ്പായിരുന്നു. കിളി പാറിപ്പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഈ ഒരു വ്ളോഗിൽ ഇത്രയൊക്കെയാണ് ഉള്ളത് നമ്മുടെ പോയ ട്രിപ്പ് കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ഫസ്റ്റ് വ്ളോഗാണിത്. അതിൻ്റേതായ പോരായ്മകളൊക്കെ കാണും. വ്ളോഗ് എടുക്കാൻ എനിക്ക് അങ്ങനെ അറിയത്തുമില്ല, എങ്ങനെയാണെന്നുള്ളൊരു വകുപ്പ് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇനി ആ മിസ്റ്റേക്കുകളൊക്കെ ഇതാക്കിക്കൊണ്ട് നമ്മൾ അടുത്ത വ്ളോഗുമായിട്ട് വരും. ഓക്കെ, അപ്പം അടുത്ത വ്ളോഗ് വരുന്നവരേക്കും ബൈ.